Act 2. Years later, I come across him on the net. This time, he was gainfully employed in another Middle Eastern country. He was very enthusiastic about his literary pursuits as he spoke to me. He was planning to publish as many as 37 books, all his literary works. The first time, even and another has done so. I felt happy that his indomitable spirit and resilience took him to where he belonged. He wanted me to write a foreword to one of his books, and here I am ready obliging him. I have only filled in bits and pieces from my own experience and our long relation. I am sure Sharavan's book, ആത്മനമ്പരങ്ങൾ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങൾ, which I think is a biography, could fill the missing piece of how an ordinary man like him could defy all odds and take such a marathon venture. He is akin to a volcano that is burning, although and if and when the lava of his thoughts ever erupts, it could enrich the wood of literature. I wish him all the best of luck, his literary pursuits, and hope and pray that the spark in him keeps burning throughout his life. Dr. V.K. Mohanan, Malabar Apartments, Prashant Nagar, Ullu, Thiruvananthapuram. Date 23/8/2014, Saturday, 7 AM. അദ്ദേഹത്തിൻ്റെ കയ്യപ്പോടുകൂടി ഈ പ്രിഫേസ് ഞാൻ സ്വീകരിക്കുകയും അത് എൻ്റെ ഈ പുസ്തകത്തിൽ ചേർക്കുകയും ചെയ്തു. ഇത് പൂർണ്ണമായി ഇവിടെ പറയാൻ കാരണം ജീവിതത്തിലെ നിറം കെട്ടുള്ള അനുഭവങ്ങൾ, നിറമില്ലാത്ത അനുഭവങ്ങൾ, ചൂടുള്ള അനുഭവങ്ങൾ, ജീവിതം എങ്ങോട്ട് തിരിച്ച് വിടണം, ജീവിതം എന്തായിത്തീരും, കുടുംബം എന്തായിത്തീരും, അങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങളും അതിനുവേണ്ട ഉത്തരങ്ങളും കിട്ടാതെ വന്നപ്പോഴും ജീവിക്കണം, ഈ പ്രപഞ്ചത്തിൽ, ഈ മണ്ണിൽ, ഈ വിണ്ണിൽ ഒടുങ്ങുന്നത് വരെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത് പറയുമ്പോഴും അന്നത്തെ അനുഭവങ്ങൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന പപ്പടം പോലെ തിളച്ചുരുകുന്ന മനസ്സ്, എത്രയോ അവഹേളനങ്ങൾ, എത്രയോ അവജ്ഞകൾ, എത്രയോ പേർ കണ്ടിട്ട് കാണാതെ പോകുന്ന അവസ്ഥകൾ, ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഖത്തർ എയർപോർട്ടിൽ കാത്തുനിന്ന ദിനങ്ങൾ, അങ്ങനെ അനുഭവങ്ങളുടെ ഒരു കുമ്പാരം ആണ് ഈ സൃഷ്ടി. ആത്മനമ്പരങ്ങൾ അഗ്നിയിലാവാഹിച്ച 9 വർഷങ്ങൾ. ഒരു ദിനം പോലും, ഒരു രാത്രി പോലും പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഡോക്ടർ V.K. മോഹനൻ എന്ന വ്യക്തിത്വത്തെ ഓർക്കാതെ പോകാൻ കഴിയില്ല എന്നതാണ് പരമാർത്ഥം. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ, അദ്ദേഹത്തിൻ്റെ മക്കൾ ഒരു ദിനമെങ്കിലും ഓർക്കാതിരുന്നാലും ഞാൻ ഓർക്കുന്നു. കാരണം ജീവിതത്തിൻ്റെ കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ്, അതായിരുന്നു അദ്ദേഹം. ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് എനിക്കിവിടെ പറയാനില്ല. ഇന്നും അദ്ദേഹം ജോലിയിൽ വ്യാപൃതനാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് കാലത്തിൻ്റെ തെളിമയിൽ, കാലത്തിൻ്റെ പ്രോജ്വലമായ വേദിയിൽ ഒരു മോഹിനിയാട്ടം അല്ലെങ്കിൽ ഒരു ഭരതനാട്യം എന്നതുപോലെ മനസ്സ്
ജീവിതത്തിൻ്റെ മുന്നിലൂടെ സന്തോഷത്തോടെ കടന്നുപോകാൻ കഴിയുന്നു. അതിലുള്ള ചാരിതാർത്ഥ്യം ആണ് ഇപ്പോൾ ഓരോ എപ്പിസോഡുകളായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.